പ്രൈസ് ലോർഡ്. എൻ്റെ പേര് റോജൻ. ഞാൻ ബ്രഹ്മക്കുളം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ബഹുമാനപ്പെട്ട റാഫേൽ അച്ഛൻ അവിടെ ഒരു ഏകദിനത്തിനും അതുപോലെ തന്നെ ഞങ്ങളൊരു ധ്യാനം നടത്തിയിരുന്നു 4 ദിവസത്തെ. അതിന് അച്ഛൻ വന്നിരുന്ന സമയത്ത് ഞാൻ പേഴ്സണലായിട്ട് അച്ഛനെ ഒന്ന് കാണാൻ പോയിരുന്നു. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്ക് ശക്തമായ ചുമയാണ് 6 വർഷമായിട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ മൂക്കുത്തി ഒന്ന് ഊരി മാറ്റി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ചുമ മാറിക്കിട്ടും. അതോടൊപ്പം തന്നെ അച്ഛൻ പറഞ്ഞു കുറച്ച് ഒലിവ് ഓയിൽ കഴിക്കാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് മൂക്കുത്തി ഊരി മാറ്റുകയും അതിൻ്റെ ഫലമായിട്ട് 5 വർഷമായിട്ടുള്ള കുത്തിയുള്ള ചുമ അപ്പം തന്നെ മാറി. നല്ലൊരു കൈഡി കൊടുത്തേ കണ്ട, മൂക്കുത്തി ഉരി മാറ്റിയപ്പോൾ ചുമയും മാറിപ്പോയി. കണ്ടോ, 5 വർഷമായിട്ടുള്ള ചുമയാണ് കുത്തി. പ്രത്യേകിച്ച് അത് മാത്രമല്ല, ചുമ പിടിച്ചു കഴിഞ്ഞാൽ രണ്ടാളും 2 റൂമിലേക്ക് മാറി നിൽക്കണം. അത്രമാത്രം ഒരു ചുമയാണ്. അതിന്റെ തീവ്രതയാണ് അത് പറയുന്നത്. പിന്നെ ആ ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ടായി, വെഞ്ചിരിച്ച കല്ലുപ്പിടുകയാണെങ്കിൽ ഭവനത്തിന് ഒരുപാട് തടസ്സങ്ങളൊക്കെ മാറി കിട്ടുന്നു. പ്രത്യേകിച്ച് തടസ്സം എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ഒരു 5 നായ്ക്കൾ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കും. അത് പ്രത്യേകിച്ച് നമുക്ക് ശല്യമൊന്നുമില്ല, പക്ഷെ എന്നിരുന്നാലും ഭയങ്കര പ്രശ്നമാണ് അത്. അപ്പോൾ ഈ 2 ദിവസമാണ് വെഞ്ചിരിച്ച കല്ലുപ്പിട്ടത്. 3-ാമത്തെ ദിവസം ഈ ഒരു ഒറ്റ നായ്ക്കളും ഇല്ല. പിന്നെ ഇതുവരെ ഇല്ല. പക്ഷെ അതല്ല അച്ഛാ, വീണ്ടും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പെടുന്നില്ല. അപ്പോൾ ഇത് ഓരോന്നായിട്ട് വീണ്ടും വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും പോയി സാക്ഷ്യം പറയാം, ഇനി ഇത് വരികയില്ല. അതോടൊപ്പം തന്നെ എൻ്റെ വെഡ്ഡിങ് റിങ്സ് കാണാണ്ടായിട്ട് ഒരു 2 വർഷത്തോളമായി. വെഡ്ഡിങ് റിങ്സ് എവിടെയെങ്കിലും പോകുമ്പോൾ റിങ്സ് ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറയാണ്ട്, നീ സൂക്ഷിക്കാത്ത കാരണമാണ് അത് പോയത് എന്ന്. പക്ഷെ അവള് 101 അത്ഭുത ജപമാല കൂടി. അപ്പോൾ അവൾ പറഞ്ഞു, വെഡ് റിങ്സ് നാളെ കിട്ടുന്നു. പറഞ്ഞ പോലെ തന്നെ പിന്നത്തെ ദിവസം വെഡ് റിങ്സ് നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് നായ കുറുകെ ചാടിയിട്ട് ബൈക്കിനൊന്നും പറ്റിയില്ല, ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. പക്ഷെ നായ പടഞ്ഞു വീണു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്, ബൈക്ക് വീഴാണ്ട് നായക്ക് പെട്ടത്. അപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച റാഫേൽ അച്ഛൻ അതുപോലെ തന്നെ ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയും.